CPM-ൽ നിന്ന് BJP-യിലേക്കും കോൺഗ്രസിലേക്കും പോകുന്നവരുടെ കഥകളാണ് അല്ലെങ്കിൽ വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പ്രാധാന്യം. സുരേഷ്, DS-ന്റെ വിശ്വസ്തനായിരുന്ന സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ദേവികുളത്ത് രാജേന്ദ്രൻ, CPM-ന്റെ MLA ആയിരുന്ന രാജേന്ദ്രൻ BJP-യിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പാലക്കാട് നിന്ന് PK ശശി കോൺഗ്രസിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. നമ്മുടെ സിനിമാ താരം പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. മറ്റൊന്ന് ചേർത്തല ജയനാണ്, സിനിമാ താരം. ചേർത്തല ജയൻ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. ചേർത്തല ജയൻ CPI വിട്ടാണ്, CPI അനുഭാവിയായിരുന്ന ചേർത്തല ജയൻ CPI വിട്ടാണ് കോൺഗ്രസിലേക്ക് പോകുന്നത്. CPM വിട്ട് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ BJP-യിലേക്ക് ചേക്കേറിയവരുടെ ഒരവസ്ഥ അതൊന്ന് പരിശോധിച്ച് നോക്കിയാണ് ഈ വീഡിയോയിൽ. MV രാഘവൻ ആദ്യമായി CPM-നോട് കലഹിച്ച് CMB ഉണ്ടാക്കി പുറത്തുപോയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയായ CMB-യുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്? CMB ഇപ്പോൾ CP ജോൺ എന്ന നേതാവ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് മാത്രം. UDF CMB-യെ കറിവേപ്പില പോലെ തഴഞ്ഞിരിക്കുന്നു. KR ഗൗരിയമ്മ JSS ഉണ്ടാക്കി പോയ ധീര വനിതയാണ് KR ഗൗരിയമ്മ. CPM വിട്ട് JSS ഉണ്ടാക്കിയപ്പോൾ മാധ്യമങ്ങൾ KR ഗൗരിയമ്മയെ വാനോളം പുകഴ്ത്തി. CPM ഇതാ തകരാൻ പോകുന്നു എന്നൊക്കെ മട്ടിൽ വാർത്തകൾ വന്നു. ഇപ്പോ JSS പല തുണ്ടുകളായി അവശേഷിച്ചു. ഒരു സീറ്റ് പോലും UDF കൊടുക്കാത്ത അവസ്ഥ. MV രാഘവന്റെയും KR ഗൗരിയമ്മയുടെയും കാര്യം വിടാം. നമ്മുടെ അബ്ദുള്ളക്കുട്ടിയുടെ അവസ്ഥ എന്താണ്? CPM വിട്ട് അബ്ദുള്ളക്കുട്ടി ആദ്യം പോയത് കോൺഗ്രസിലേക്ക്. ഉടനൊരു പുസ്തകവും എഴുതി, ചിന്തയിൽ നിന്ന് വീക്ഷണത്തിലേക്ക്. എന്തായാലും കോൺഗ്രസിൽ വലിയ കാലം നിൽക്കാൻ അബ്ദുള്ളക്കുട്ടിക്ക് കഴിഞ്ഞില്ല. പിന്നീട് BJP-യിൽ പോയി. BJP-യുടെ ദേശീയ ഉപാധ്യക്ഷനായി, ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി. ഇപ്പോ BJP-യുടെ പൊതുവേദികളിൽ അബ്ദുള്ളക്കുട്ടിക്ക് ഇടമില്ല. അബ്ദുള്ളക്കുട്ടി തേരാപ്പാര നടക്കുന്നു. അതിനിടയിൽ അബ്ദുള്ളക്കുട്ടി CPM-ലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന ട്രോളുകളും വന്നു കഴിഞ്ഞു. ട്രോളുകളിൽ സത്യമുണ്ടോ അസത്യമുണ്ടോ എന്നറിയില്ല. മറ്റൊന്ന് R ശെൽവരാജാണ്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് CPM വിട്ട് കോൺഗ്രസിലേക്ക് ഒരൊറ്റ ചാട്ടമാണ് R ശെൽവരാജ് ചാടിയത്. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സെൽവരാജ് വിജയിച്ചു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് തോൽവികളായിരുന്നു ഫലം. ഇപ്പോൾ കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനവുമില്ല. കോൺഗ്രസ് മീറ്റിംഗ് നടക്കുമ്പോൾ കാണികളുടെ കൂട്ടത്തിലാണ് സെൽവരാജിന്റെ അവസ്ഥ. ഇനി BC കബീർ മാസ്റ്ററാണ്, കോൺഗ്രസിന്റെ ശക്തനായ നേതാവ്. അദ്ദേഹം മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിനൊരു ഉൾവിളി വന്നു, കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടുമെന്ന്. കോൺഗ്രസിൽ ചേർന്നു. അദ്ദേഹം ഇപ്പോൾ ഒന്നുമല്ലാതായി മാറി. മറ്റൊന്ന് ശങ്കരനാരായണ പിള്ളയാണ്. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ടിരുന്ന ശങ്കരനാരായണ പിള്ള. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു, ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. പക്ഷേ UDF-ലെത്തിയ ശേഷം അദ്ദേഹം ഒന്നുമായില്ല. ഒന്നുമാകാതെ വിസ്മൃതിയിലേക്ക് മാഞ്ഞു ശങ്കരനാരായണ പിള്ള. ഒരു അംഗീകാരം പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അന്ന് മാധ്യമങ്ങൾ കൊണ്ടാടി, ശങ്കരനാരായണ പിള്ള UDF-ലേക്ക് പോകുന്നു, LDF തകരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മറ്റൊന്ന് കരകുളം കൃഷ്ണപിള്ളയാണ്. കോൺഗ്രസിന്റെ നേതാവായിരുന്നു കരകുളം കൃഷ്ണപിള്ള. അദ്ദേഹവും കോൺഗ്രസിൽ നിന്ന് നേരെ കോൺഗ്രസിലേക്ക് പോയി. ഇടതുപക്ഷത്തെ 10 കുറ്റം പറഞ്ഞു. കരകുളം കൃഷ്ണപിള്ളയ്ക്ക് വലിയൊരു മൈലേജ് ലഭിച്ചു. പക്ഷേ കരകുളം കൃഷ്ണപിള്ളയും അവസാനം ഒന്നുമാകാതെ പോയി.
ഏറ്റവും വലിയ ദുരന്തം CP ജോണിന്റെ ദുരന്തമാണ്. MV രാഘവനോടൊപ്പം CM രൂപീകരിക്കാൻ ഇറങ്ങിത്തിരിച്ച CP ജോൺ. CP ജോൺ CPM ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഉയരത്തിൽ പോകുമായിരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാകാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു, മന്ത്രിയാകാൻ സാധിക്കുമായിരുന്നു. എന്തിന്? സംസ്ഥാന സെക്രട്ടറി ആകാൻ വരെ യോഗ്യതയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനൊരു സുരക്ഷിത മണ്ഡലം നൽകാൻ പോലും UDF തയ്യാറായില്ല. അതേസമയം UDF വിട്ട് LDFിൽ വന്നവരോ അനിൽകുമാർ, അദ്ദേഹം CPMന്റെ ഇപ്പോൾ ഒരു ബോർഡ് അംഗമാണ്. CPM ഒരു ബോർഡ് അംഗമായി കൊടുത്തു. പിന്നെ പ്രശാന്ത്, PS പ്രശാന്ത്, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. ഡോക്ടർ P സരിൻ, അദ്ദേഹം ഇപ്പോൾ CPMന്റെ മീഡിയ സെല്ലിനെ നിയന്ത്രിക്കുന്ന നേതാവായി മാറി. ഇതിലൊക്കെ അപ്പുറമാണ് ഒരു ദയനീയ അവസ്ഥ. അത് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ അവസ്ഥയാണ്. അദ്ദേഹം കുറച്ചു കാലം BJPയുടെ കേന്ദ്രമന്ത്രിയായിരുന്നു. കൊണ്ട് പൊക്കിക്കൊണ്ട് നടന്നു അൽഫോൺസ് കണ്ണന്താനത്തെ BJP. പക്ഷെ ഇപ്പോ BJPയുടെ വാർഡുകളിൽ, BJP മത്സരിക്കുന്ന വാർഡുകളിൽ വോട്ട് ചോദിക്കുന്ന ഗതികേടിലേക്ക് ഒരു ഭിക്ഷാന്തേഹിയായി അൽഫോൺസ് കണ്ണന്താനം മാറിക്കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ പത്മജ വേണുഗോപാലാണ്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത് പത്മജയെ ഗവർണറാക്കാമെന്ന് വാഗ്ദാനമൊക്കെ BJP നൽകിയത് കൊണ്ടാണ്. ഗവർണറുമാക്കിയില്ല, ഒരു ചുക്കുമാക്കിയില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുണ്ടോ എന്ന് പോലും ഉറപ്പില്ല. ഇതൊക്കെയാണ് CPM വിട്ട് ചാടിപ്പോയവരുടെ, അല്ലെങ്കിൽ LDF വിട്ട് ചാടിപ്പോയവരുടെ സ്ഥിതി. ജയചേർത്തലയും പ്രേംകുമാറും ഒക്കെ ഇപ്പോൾ UDF ലാവണത്തിലാണ്. അപ്പോൾ കിട്ടുന്ന മാധ്യമ വാർത്തകൾ, അതിലൂടെ ലഭിക്കുന്ന മാധ്യമ ഹൈപ്പ്, അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ, ഒരു മാസമോ ഒരാഴ്ചയോ നീണ്ടു നിൽക്കുന്ന ഒരു ഹൈപ്പാണത്. അത് കഴിഞ്ഞാൽ അവിടെ ഇവരൊന്നും ഒന്നുമല്ല. ഇവരൊക്കെ തകർന്ന് തരിപ്പണമായി മാറും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ ചരിത്രം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് CPM വിട്ട് അല്ലെങ്കിൽ LDF വിട്ട് കോൺഗ്രസിലേക്കും BJPയിലേക്കും ചേക്കേറുന്നവർ ഉണ്ടായിരുന്നു. അതിലൊരു അതിശയോക്തിയൊന്നുമില്ല. അപ്പോൾ അവർക്ക് മൈലേജ് കിട്ടും. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ, അവർ വെറും ബിഗ് സീറോയായി മാറും.